ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, അവർക്ക് ചില മാനസിക പരിമിതികൾ ഉണ്ടെന്ന്. പ്രശ്നം ഒരിക്കലും അവരുടെ മനസ്സിലല്ല, അത് അവരുടെ ഇച്ഛയിലാണ്. അതായത് ഹൃദയത്തിൻ്റെ തീരുമാനത്തിൽ. ജീവിതത്തിൽ പാപമുണ്ട്, പക്ഷേ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ മനുഷ്യന് മനസ്സില്ല. ദൈവത്തിൽ വിശ്വസിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് കാതലായ സത്യം. ജീവസന്ദേശത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കൺമുമ്പിൽ ദൈവത്തിൻ്റെ ന്യായവിധികൾ നടക്കുന്നത് കണ്ടിട്ടും മാനസാന്തരപ്പെടുവാനോ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനോ കഴിയാത്ത വിധത്തിൽ കഠിനപ്പെട്ട ഹൃദയമുള്ളവരായി തീർന്നു ഇസ്രായേൽ ജനം. തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലാത്തതിനാൽ ദൈവം തങ്ങളോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ജനത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ വിശ്വസ്തനായ പ്രവാചകനെ ഒരു അടയാളമാക്കി ദൈവം മാറ്റുന്നതാണ് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. എസ്കേൽ പ്രവചനം 11-12 അധ്യായങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 11 അധ്യായത്തിൽ വരുമ്പോൾ അപ്പോഴും യെരുശലേമിൽ താമസിക്കുന്ന ഭരണകർത്താക്കൾക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പ്രവചനമാണ് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നല്ല പങ്ക് പിടിക്കപ്പെട്ട് അടിമത്തത്തിലേക്ക് പോയി, അവർ ബാബേലിലേക്ക് പോയി. എന്നാൽ ശേഷിക്കുന്ന ജനം ഇപ്പോഴും ദൈവത്തോട് മറുതലിക്കുന്ന മനോഭാവം. മനുഷ്യൻ എത്ര കണ്ടാലും പഠിക്കില്ല, എത്ര കണ്ടാലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാത്ത മനുഷ്യൻ്റെ കഠിന ഹൃദയം. ഈ പറഞ്ഞ സമയത്തും യെരുശലേം നശിപ്പിക്കപ്പെട്ടിട്ടില്ല. സിദക്കിയ രാജാവ് ഇപ്പോഴും സിംഹാസനത്തിൽ തുടരുകയാണ്. ഭരണകർത്താക്കൾ ഇപ്പോൾ ദൈവത്തോട് മത്സരിക്കുകയാകുന്നു. അതുമാത്രമല്ല, ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനോടും അവർ മത്സരത്തിലായിരുന്നു. 11 അധ്യായത്തിൻ്റെ 1 വാക്യം ഞാനൊന്ന് വായിക്കാം. അനന്തരം ആത്മാവ് എന്നെ എടുത്ത് യഹോവയുടെ ആലയത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള കിഴക്കേ പടിവാതിൽക്കൽ കൊണ്ടുപോയി. പടിവാതിലിൻ്റെ പ്രവേശനത്തിങ്കൽ ഞാൻ 25 പുരുഷന്മാരെയും അവരുടെ നടുവിൽ ജനത്തിൻ്റെ പ്രഭുക്കന്മാരായ അസൂരിൻ്റെ മകൻ യയസന്യാവെയും ബെനയാവിൻ്റെ മകൻ പെലത്യാവെയും കണ്ടു. പടിവാതിലിൻ്റെ പ്രവേശനത്തിങ്കൽ 25 പുരുഷന്മാർ. ഇവർ സൂര്യനെ ആരാധിക്കുന്നതായി നാം 8 അധ്യായത്തിൽ കണ്ടതാണ്. 8 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ നാം കണ്ടു. അവർ സൂര്യനെ ആരാധിക്കുന്നവരാണ്. അക്കാലത്ത് നീതി നടപ്പാക്കാനും നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമായി പട്ടണത്തിലെ പ്രഭുക്കന്മാർ ഇരുന്നിരുന്ന പരമ്പരാഗതമായ ഒരു സ്ഥലമായിരുന്നു ഈ പട്ടണവാതിൽ. ഇവിടെ ചില വ്യക്തികളുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. യയസന്യാവെയും പെലത്യാവെയും പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഇവർ ജനത്തിനിടയിലെ പ്രഭുക്കന്മാരായിരുന്നു. ഇനിയും 2-3 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇവർ ഈ നഗരത്തിൽ നീതികേട് നിരൂപിച്ച് ദുരാലോചന കഴിക്കുന്ന പുരുഷന്മാരാകുന്നു. വീടുകളെ പണിവാൻ സമയം അടുത്തിട്ടില്ല. ഈ നഗരം കുട്ടകവും നാം മാംസവുമാകുന്നു എന്ന് അവർ പറയുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ ഭരണാധികാരികൾ ഇങ്ങനെ പറയുകയാണ്, ഈ പട്ടണം ഞങ്ങളുടെ ചായക്കോപ്പയാണ്, ഇപ്പോൾ ഞങ്ങളുടേത് തന്നെ, മിക്കവാറും എല്ലാവരും തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ ഞങ്ങളിവിടെ തുടരാൻ പോവുകയാണ്, ഞങ്ങൾക്ക് സമാധാനവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുവാൻ പോവുകയാണ്, ശല്യങ്ങളൊന്നുമില്ല. ഇതാണ് ഈ ആളുകൾ പറയുന്നത്. അവരുടെ ചിന്താഗതി വളരെ മോശപ്പെട്ട ഭൗതികവാദമായിരുന്നു എന്നോർക്കണം. 4-5 വാക്യങ്ങൾ. അതുകൊണ്ട് അവരെക്കുറിച്ച് പ്രവചിക്കുക, മനുഷ്യപുത്ര പ്രവചിക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വീണ് എന്നോട് കൽപ്പിച്ചത്, നീ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ ഇന്നിന്നത് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു. നാം മനസ്സിൽ ചിന്തിക്കുന്നത് പോലും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ ദൂരത്ത് നിന്ന് നമ്മുടെ ചിന്തകൾ അറിയുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. 6 വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങൾ ഈ നഗരത്തിൽ നിഹിതന്മാരെ വർദ്ധിപ്പിച്ച് വീഥികളെ നിഹിതന്മാരെ കൊണ്ട് നിറച്ചുമിരിക്കുന്നു. നോക്കുക,
ദൈവത്തിനായി നിന്നവരെ ഈ ഭരണകർത്താക്കൾ കൊന്നൊടുക്കുകയായിരുന്നു. ഇനി 10-ാം വാക്യം, നിങ്ങൾ വാളാൽ വീഴും, ഇസ്രായേലിൻ്റെ അതിരിങ്കൽ വെച്ച് ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എൻ്റെ സുഹൃത്തെ, ദൈവം ന്യായം വിധിക്കുന്നത് എന്തിനെന്നോ? ജനം അവനെ അറിയേണ്ടതിനത്രേ അവൻ ന്യായം വിധിക്കുന്നത്. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഈ നഗരം നിങ്ങൾക്ക് കുട്ടകമായിരിക്കയില്ല, നിങ്ങൾ അതിനകത്ത് മാംസവും ആയിരിക്കയില്ല, ഇസ്രായേലിൻ്റെ അതിരിങ്കൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും. ദൈവം അവരെ ന്യായം വിധിക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അതത്രേ നാം കാണുന്നത്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, യഹോവയോട് അകന്നു നിൽപ്പീൻ, ഞങ്ങൾക്കാകുന്നു ഈ ദേശം അവകാശമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്നല്ലോ യെരൂശലേം നിവാസികൾ നിൻ്റെ ചാർച്ചക്കാരായ നിൻ്റെ സഹോദരന്മാരോടും ഒട്ടൊഴിയാതെ ഇസ്രായേൽ ഗൃഹം മുഴുവനോടും പറയുന്നത്. അതുകൊണ്ട് നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവരെ ദൂരത്ത് ജാതികളുടെ ഇടയിലേക്ക് നീക്കി രാജ്യങ്ങളിൽ ചിതറിച്ച് കളഞ്ഞുവെങ്കിലും അവർ പോയിരിക്കുന്ന രാജ്യങ്ങളിൽ ഞാൻ അവർക്ക് കുറേ കാലത്തേക്ക് ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. ദൈവം പറയുകയാണ്, ഒരു ശേഷിപ്പ് എന്നെ അന്വേഷിച്ച് വരുന്നതായിട്ടുണ്ട്. അവർ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അവർക്കൊരു ചെറിയ ആലയമായിരിക്കാൻ പോകുന്നു, ഒരു ചെറിയ അഭയസ്ഥാനം. അതാണ് അർത്ഥം. അവർക്ക് എന്നെ സമീപിക്കാൻ കഴിയും. ആലയം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴുള്ള ദൈവത്തിൻ്റെ ക്രമീകരണമായിരുന്നു ഈ പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ ദൈവത്തെ അന്വേഷിച്ചവരുടെ കൂട്ടത്തിൽ ദാനിയേലും മറ്റ് പലരും ഉൾപ്പെട്ടിരുന്നു. 17 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ആകയാൽ നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. അവർ അവിടെ വന്ന് അതിലെ സകല മലിനബിംബങ്ങളെയും മ്ലേച്ഛ വിഗ്രഹങ്ങളെയും അവിടെ നിന്ന് നീക്കിക്കളയും. അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവവുമായും ഇരിക്കും. ദൈവത്തിൻ്റെ മനസ്സലിവ് എത്ര വലുതാണെന്നുള്ളതിൻ്റെ വേറൊരു തെളിവാണ് ഈ വാക്യങ്ങൾ. ദൈവം പറയുകയാണ്, ഈ ജനത്തെ വീണ്ടും ഇസ്രായേൽ ദേശത്തേക്ക് മടക്കി വരുത്തുമെന്ന്. ആരാണ് മടങ്ങി വരുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നവർ. 70 വർഷത്തെ അടിമത്തത്തിന് ഒടുവിൽ ഈ ശേഷിപ്പിൽ മടങ്ങി വന്നവർ 60,000-ൽ താഴെ മാത്രമായിരുന്നു. 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ തങ്ങളുടെ മലിനബിംബങ്ങളുടെയും മ്ലേച്ഛ വിഗ്രഹങ്ങളുടെയും ഇഷ്ടമനുസരിച്ച് നടക്കുന്നവർക്ക് ഞാൻ അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു, എന്നാൽ ഭൂമിക്കുമേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു എന്ന വസ്തുതയെ അവഗണിക്കുന്നു എന്നത് ഇന്നൊരു വലിയ വിപത്തായിരിക്കുന്നു. ന്യായവിധി എന്നത് ദൈവം ഉണ്ട് എന്നതിൻ്റെ വലിയ ശക്തമായ തെളിവുകളിൽ ഒന്നത്രേ. 22-23 വാക്യങ്ങളിൽ കാണുന്നു, അനന്തരം കെരൂബുകൾ ചിറക് വിടർത്തു, ചക്രങ്ങളും ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. യഹോവയുടെ മഹത്വം നഗരത്തിൻ്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. ഒടുവിൽ ഇതാ ദൈവത്തിൻ്റെ മഹത്വം യെരൂശലേം നഗരത്തെ വിട്ട് ഉയർന്ന് പട്ടണത്തിന് കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കുന്നു. 24-ാം വാക്യം, എന്നാൽ ആത്മാവ് എന്നെ എടുത്ത് ദർശനത്തിൽ ദൈവാത്മാവിനാൽ തന്നെ കൽദയ ദേശത്ത് പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ കണ്ട ദർശനം എന്നെ വിട്ട് പൊങ്ങിപ്പോയി. ഇപ്പോഴത്തെ ഈ അവസ്ഥ യെഹെസ്കേലിനെ വീണ്ടും ബാബേലിലെ പ്രവാസികളുടെ അടുത്ത് എത്തിച്ചിരിക്കുന്നു. ഒരു വാക്യം കൂടെ നോക്കാം, 25-ാം വാക്യം, ഞാനോ യഹോവ എനിക്ക് വെളിപ്പെടുത്തിയ അവൻ്റെ സകല വചനങ്ങളും പ്രവാസികളോട് പ്രസ്താവിച്ചു. കള്ളപ്രവാചകന്മാർ പറഞ്ഞത് വ്യർത്ഥമെന്ന് പറയാൻ അവൻ ജനത്തിനിടയിലേക്ക് മടങ്ങി വരികയാണ്. യെരൂശലേം നശിപ്പിക്കപ്പെടുമെന്നും പൂർണ്ണമായ അടിമത്തം അല്ലെങ്കിൽ പ്രവാസം ഏറ്റവും സമീപമായെന്നും അവൻ ദർശനത്തിൽ കണ്ടിരുന്നല്ലോ. ദൈവം എന്തിനാണ് അവരിൽ ന്യായവിധി നടത്തുന്നത് എന്ന് പറയാൻ ഇപ്പോൾ അവന് സാധിക്കും. ജനങ്ങൾ അവനെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല, എങ്കിലും അവർക്കൊരു
അടയാളമാകുന്നത് അവൻ തുടരേണ്ടിയിരിക്കുന്നു. ഇനി 12-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ന്യായവിധി വളരെ സമീപമായിരിക്കുന്നു എന്ന് തുടർച്ചയായി ഉദ്ഘോഷിച്ചുകൊണ്ടാണ് യെഹെസ്കേൽ ഈ 12-ാം അധ്യായം ആരംഭിക്കുന്നത്. എന്നാൽ ജനങ്ങൾ അത് വിശ്വസിക്കുകയില്ല. ഇവിടുത്തെ പ്രധാന കാര്യം ദൈവവചനം പ്രഘോഷിക്കുക എന്നതാണ്. താൻ പറയുന്നത് ദൈവവചനമാകുന്നു എന്ന കാര്യത്തിൽ യെഹെസ്കേലിന് ഉറപ്പുണ്ടായിരുന്നു. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ. യഹോവയുടെ അരുളപ്പാട് എന്ന് 5 പ്രാവശ്യം യെഹെസ്കേൽ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. 1-ാം വാക്യത്തിലും, പിന്നെ 8-ാം വാക്യത്തിലും, പിന്നെ 17-ാം വാക്യത്തിലും, പിന്നെ 21-ാം വാക്യത്തിലും, പിന്നെ 26-ാം വാക്യത്തിലും. ഈ ജനത്തോട് താൻ പറയുന്നത് ദൈവവചനമാകുന്നു എന്നവരെ ബോധ്യമാക്കാൻ യെഹെസ്കേൽ വളരെയധികം ശ്രമിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിലും അവർ അനുസരിക്കാൻ. അതിൽ കുറഞ്ഞൊന്നും അല്ല അവൻ പറയുന്നത് എന്ന് യെഹെസ്കേൽ അവർക്ക് ഉറപ്പാക്കി കൊടുക്കുകയാണ്. ദൈവശബ്ദമാണ്, ദൈവവചനമാണ് താൻ പറയുന്നത് എന്ന് അവൻ വീണ്ടും വീണ്ടും അവരോട് പറയുകയാണ്. 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, മനുഷ്യപുത്ര, നീ മത്സരഗ്രഹത്തിൻ്റെ നടുവിൽ പാർക്കുന്നു. കാണാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല, കേൾപ്പാൻ ചെവിയുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല. അവർ മത്സരഗ്രഹമല്ലോ. മുമ്പേ തന്നെ ഈ ജനത്തെക്കുറിച്ച് യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെഹെസ്കേൽ നിരാശപ്പെട്ടു പോകാതിരിക്കാനായി ദൈവം വീണ്ടും അവനെ ഓർപ്പിക്കുകയാണ്. ഈ ജനം മത്സരഗ്രഹമാണ്, മത്സരജനമാണ്, പറഞ്ഞാൽ കേൾക്കാത്തവരാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവം പറഞ്ഞു, എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇന്നുവരെയും തന്നിട്ടില്ല എന്ന്. ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ഈ ജനം അവരുടെ കണ്ണുകൾ പൂട്ടിയിരിക്കുന്നു, അവരുടെ കാതുകൾ അവർ അടച്ചു വച്ചിരിക്കുന്നു. ഈ ജനത്തെ സംബന്ധിച്ചുള്ള ഈ യാഥാർത്ഥ്യം യെഹെസ്കേൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. യെശയ്യാ പ്രവാചകനും യിരെമ്യാ പ്രവാചകനും മറ്റ് പ്രവാചകന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം അവസാനിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു പ്രസ്താവനയോടെയാണല്ലോ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കുമെന്ന്. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു എന്ന്, കടുത്തിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. ഈ ജനങ്ങൾ അവരുടെ കണ്ണും കാതും അടച്ചിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് ജനം തങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് മനസ്സിൻ്റെ ഒരു പ്രശ്നമല്ല, അത് മനസ്സിൻ്റെ ഒരു വൈകല്യമല്ല, അത് ഹൃദയത്തിൻ്റെ അനുസരണക്കേടാണ്. അതായത് ഇച്ഛയുടെ ഒരു പ്രശ്നമാണ്, തീരുമാനമെടുക്കുന്നതിലെ ഒരു പ്രശ്നമാണ്. അവർ അത് വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, തയ്യാറല്ല. ചില പറയുന്നത് കേട്ടിട്ടില്ലേ, അവർക്ക് ചില മാനസിക പരിമിതികളുണ്ടെന്ന്. അതായത് ചില കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുകയില്ലെന്നാണ് അവർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ മാനസിക തടസ്സങ്ങളെ അതിജീവിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. സുഹൃത്തെ, ഒരു ചെറിയ തടസ്സം പോലും ഉണ്ടാക്കാൻ അത്രമാത്രം വലുതല്ല നിങ്ങളുടെ മനസ്സും എൻ്റെ മനസ്സും. പ്രശ്നം ഒരിക്കലും മനസ്സിലല്ല, അത് ഇച്ഛയിലാണ്. അതായത് ഹൃദയത്തിൻ്റെ തീരുമാനത്തിൽ. ജീവിതത്തിൽ പാപമുണ്ട്, പക്ഷേ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ മനുഷ്യന് മനസ്സില്ല. ദൈവത്തിൽ വിശ്വസിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽ ലോകത്തിൻ്റെ ഒരു ചെറിയ രൂപം പോലെയാണ്. ഇവിടെ വിവരിക്കുന്ന ഇസ്രായേലിൻ്റെ അവസ്ഥ ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി തന്നെയാണ്. അതുകൊണ്ടാണ് യെഹെസ്കേലിൻ്റെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധയോടെ നാം പഠിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് നമുക്കത് വളരെയധികം ആവശ്യമായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ അവിശ്വാസം മൂലം യെഹെസ്കേൽ ആ ജനത്തിനൊരു ദൃഷ്ടാന്തം നൽകുക മാത്രമല്ല, യഥാർത്ഥത്തിൽ അത് അഭിനയിച്ച് കാണിക്കാൻ കൂടി പോവുകയാണ്. യെഹെസ്കേൽ വളരെ ബുദ്ധിശാലിയായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവനൊരു നല്ല നർമ്മബോധം കൂടിയുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇത്തരത്തിലുള്ള ചില ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവൻ്റെ മുഖം എങ്ങനെയായിരുന്നു എന്ന് കാണാൻ വാസ്തവത്തിൽ എനിക്ക് താല്പര്യമുണ്ട്, ഊഹിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. താങ്കളും അതിനാഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആകയാൽ മനുഷ്യപുത്ര, നീ യാത്രക്കോപ്പൊരുക്കി പകൽ സമയത്ത് അവർ കാണെ പുറപ്പെടുക, അവർ കാണെ നിൻ്റെ സ്ഥലം വിട്ടു മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുക. മത്സരഗ്രഹമെങ്കിലും, പക്ഷേ അവർ കണ്ട് ഗ്രഹിക്കുമായിരിക്കും.
യാത്രക്കൊപ്പ് പോലെ നിൻ്റെ സാമാനം നീ പകൽ സമയത്ത് അവർ കാണെ പുറത്ത് കൊണ്ടുവരേണം. വൈകുന്നേരത്ത് അവർ കാണെ പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ പുറപ്പെടേണം. അവർ കാണെ നീ മതിൽ കുത്തിത്തുറന്ന് അതിൽ കൂടി അത് പുറത്ത് കൊണ്ടുപോകണം. അവർ കാണെ നീ അത് തോളിൽ ചുമന്നുകൊണ്ട് ഇരുട്ടത്ത് യാത്ര പുറപ്പെടണം. നിലം കാണാതെ വണ്ണം നിൻ്റെ മുഖം മൂടിക്കൊള്ളണം. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിനൊരു അടയാളമാക്കിയിരിക്കുന്നു. വളരെ വിചിത്രമായിരിക്കുന്നില്ലേ? നല്ല ഒരു ദൃഷ്ടാന്തം യെഹെസ്കേൽ ഇവിടെ പറയുന്നു. അവൻ ചെയ്യുന്നത് എന്താണ്? അവൻ തൻ്റെ വീടിനുള്ളിലേക്ക് കയറി. അക്കാലത്ത് വീടുകൾ ഈ തെരുവുകളോട് വളരെ ചേർന്നായിരുന്നു, വീതിയുടെ അടുത്തായിരുന്നു പണിതിരുന്നത്. ആ യാത്രയ്ക്ക് പോകാൻ അവൻ തയ്യാറാകുകയാണ്. ഒരു യാത്രയ്ക്ക് പോകാൻ എന്ന പോലെ അവൻ തൻ്റെ ബാഗ് നിറച്ചു. അതിനുശേഷം വീടിൻ്റെ മതിൽ കുത്തിത്തുറന്ന് പുറത്ത് തെരുവിലേക്ക് വന്നു. ഈ പ്രവൃത്തിയുടെ ഫലം താങ്കളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കിക്കേ. ഒരു മനുഷ്യൻ ഭിത്തി കുത്തിത്തുറന്ന് തൻ്റെ സൂട്ട് കേസുമായി ആ ഭിത്തിയുടെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നാൽ നിശ്ചയമായും അത് കണ്ട് ജനങ്ങൾ ആശ്ചര്യത്തോടെ അവന് ചുറ്റും ഓടിക്കൂടും. എന്നിട്ട് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഓ, ഇന്ന് റോഡ് കുഴിക്കുക എന്ന് പറയുന്നത് അത്ര പ്രത്യേകതയുള്ളൊരു കാര്യമല്ലല്ലോ. രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് പതിവായി പോകുന്ന വഴി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാകുന്നു എന്ന്. എങ്കിൽ കുഴപ്പമില്ല, മറ്റൊരു വഴിക്ക് പോകാമെന്ന് കരുതി രാവിലെ അതിൽ കൂടി പോയി. തിരികെ വരുമ്പോഴേക്കും അതാ ആ രണ്ടാമത്തെ വഴിയുണ്ടല്ലോ, അത് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആദ്യത്തെ വഴി പിന്നെയും കുത്തിപ്പൊളിക്കാനായി മൂടിയിട്ടുണ്ടാകും. ഇത് നമ്മുടെ ഒക്കെ നാടുകളിൽ കാണുന്ന ഒരു സ്ഥിതിയാണ്. എന്നാൽ ഈ മനുഷ്യൻ യെഹെസ്കേൽ തൻ്റെ യാത്രാക്കോപ്പുമായി അന്ന് പകൽ സമയത്ത് ഭിത്തി കുത്തിത്തുറന്ന് വെളിയിൽ വന്നപ്പോൾ അത് കണ്ട ജനത്തിന് അത് പുതുമയുള്ളൊരു കാര്യമായിരുന്നു. അവനെ അവർ കണ്ട് ആശ്ചര്യപ്പെട്ടു നിന്നു. അവർ അവനോട് ചോദിച്ചു, അല്ല, നീ എവിടെ പോകുന്നു? എന്താണ് നിൻ്റെ ഈ വലിയ പരിപാടി? യെഹെസ്കേലിന് അവർക്ക് കൊടുക്കുവാനുള്ള ഉത്തരമുണ്ടായിരുന്നു. 8 മുതലുള്ള വാക്യങ്ങൾ 12 വരെ. എന്നാൽ രാവിലെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, മത്സരഗ്രഹമായ ഇസ്രായേൽ ഗ്രഹം നിന്നോട് നീ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലയോ? ഈ അരുളപ്പാട് യെരുശലേമിലെ പ്രഭുക്കന്മാർക്കും അവരുടെ ചുറ്റും പാർക്കുന്ന ഇസ്രായേൽ ഗ്രഹത്തിനൊക്കെയും ഉള്ളത് എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറക. ഞാൻ നിങ്ങൾക്ക് ഒരടയാളമാകുന്നു എന്ന് നീ പറക. ഞാൻ ചെയ്തതുപോലെ അവർക്ക് ഭവിക്കും. അവർ നാട് കടന്ന് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. അവരുടെ ഇടയിലുള്ള പ്രഭു ഇരട്ടത്ത് തോളിൽ ചുമടുമായി പുറപ്പെടും. അത് പുറത്ത് കൊണ്ടുപോകേണ്ടതിന് അവർ മതിൽ കുത്തിത്തുറക്കും. കണ്ണുകൊണ്ട് നിലം കാണാതിരിക്കത്തക്കവണ്ണം അവർ മുഖം മൂടും. ഈ സമയത്ത് യെരുശലേമിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നത് സിദക്കിയാവാണ്, സിദക്കിയ രാജാവ്. കള്ളപ്രവാചകന്മാർ ഇപ്പോഴും പ്രവാസത്തിലിരിക്കുന്ന ജനത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നോക്കുക, നെബൂഖദ്നേസർ 2 പ്രാവശ്യം യെരുശലേമിനെ ആക്രമിച്ചു. അവൻ കുറേ പേരെയൊക്കെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ പട്ടണത്തെ നശിപ്പിച്ചോ? ഇല്ല. ആലയത്തെ അവൻ തീ വെച്ചോ? ഇല്ല. അവൻ രാജാവിനെ വധിച്ചുമില്ല. അതുകൊണ്ട് നിങ്ങൾക്കിനിയും ഉടൻ തന്നെ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ കഴിയും. അവരോട്, അതായത് ഈ പ്രവാസത്തിലായിരിക്കുന്ന ജനത്തോട് കള്ളപ്രവാചകന്മാർ പറയുന്നു, ഭയപ്പെടേണ്ട, യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. എന്നാൽ യെഹെസ്കേൽ അവരോട് പറയുന്നത് എന്താണെന്നോ? എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ദൃഷ്ടാന്തമായി കാണിച്ചത് എന്താണെന്നോ? അത് യെരുശലേമിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യമാണ്. അവിടെയുള്ള രാജാവ്, അതായത് സിദക്കിയാവ്, ചിന്തിക്കുന്നത് അവൻ വലിയ സമർത്ഥനാകുന്നു എന്നത്രേ. ആക്രമണത്തിനിടയിൽ പട്ടണങ്ങളിൽ നിന്ന് വഴുതി രക്ഷപ്പെടാമെന്ന് അവൻ ചിന്തിക്കുന്നു. പക്ഷേ അവൻ അതിന് കഴിയില്ല. അവൻ പട്ടണത്തെ വിടുമ്പോൾ അവന് നിലത്തിറങ്ങാൻ കൂടി കഴിയില്ല. എന്തുകൊണ്ടാണ് സിദക്കിയാവിന് നിലം കാണാൻ കഴിയാതെ വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രം നാം പരിശോധിച്ചാൽ അവിടെ നമുക്കതിൻ്റെ കാരണം കാണാം. നെബൂഖദ്നേസർ അതായത് സിദക്കിയാവിൻ്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു കളഞ്ഞു. സിദക്കിയാവ് ദുഷ്ടനും ജനത്തെ വഴിതെറ്റിക്കുന്നവനുമായ ഒരു വ്യക്തിയായിരുന്നു. അവന് നെബൂഖദ്നേസറുമായി ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. എന്നാൽ സിദക്കിയാവ് അത് ലംഘിച്ചു. ജാതീയ രാജാവായ നെബൂഖദ്നേസർ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നവനേക്കാൾ സത്യസന്ധനായിരുന്നു എന്നത്
ആശ്ചര്യകരമല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് അവിശ്വസ്തനായ ഒരു ക്രൈസ്തവ നേതാവിനേക്കാൾ സഭയെ ഉപദ്രവിക്കുന്നത് മറ്റാരുമല്ല. പ്രത്യേകിച്ചും ദൈവവേലയിൽ വളരെ വ്യാപൃതനും എന്നാൽ സത്യ ഉപദേശങ്ങളെ അവഗണിക്കുകയും വ്യാപാരത്തിൽ വിശ്വസ്തതയില്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു വ്യക്തി സഭയ്ക്ക് ഏറ്റവും വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത്. സിദക്കിയ രാജാവ് അതുപോലെയുള്ള ഒരുവനായിരുന്നു. നാം വളരെ ആശ്ചര്യകരമായി യെരുശലേമിലേക്ക് മടങ്ങുന്നു എന്നുള്ള കള്ളപ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ട് ജനത്തിന് യെഹെസ്കേലിൻ്റെ സന്ദേശം ഒരു കയ്പ് ഗുളികയായിരുന്നു. അത് വിഴുങ്ങാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഇനിയും 12-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നടുക്കത്തോടെ അപ്പം തിന്നുകയും വിറയിലോടും പേടിയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക. ദേശത്തിലെ ജനത്തോട് നീ പറയേണ്ടത്, യെരുശലേം നിവാസികളെയും ഇസ്രായേൽ ദേശത്തെയും കുറിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവരുടെ ദേശം അതിലെ സകല നിവാസികളുടെയും സാഹസം നിമിത്തം അതിൻ്റെ നിറവോടുകൂടെ ശൂന്യമായി പോകുന്നത് കൊണ്ട് അവർ പേടിയോടെ അപ്പം തിന്നുകയും സ്തംഭനത്തോടെ വെള്ളം കുടിക്കുകയും ചെയ്യും. നോക്കുക, വിസ്മയകരമായ ഒരു പ്രവൃത്തിയാണ് ഇനിയും യെഹെസ്കേൽ ചെയ്യുവാൻ പോകുന്നത്. അവൻ തൻ്റെ മേശ വെളിയിൽ വീതിയിലിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുകയാണ്. അതെ, നടുക്കത്തോടും വിറയിലോടും കൂടെ അവനത് ചെയ്യുകയാണ്. നിശ്ചയമായും അത് കാണുമ്പോൾ ജനങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, നിനക്ക് എന്തു പറ്റി യെഹെസ്കേലേ? നിനക്ക് വിറയിൽ പിടിച്ചോ? അതോ നീ എന്തെങ്കിലും തിന്നോ ഇപ്പോൾ? അപ്പോൾ യെഹെസ്കേൽ അവരോട് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കും. അവിടെ യെരുശലേമിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഒരു ക്ഷാമം വരാൻ പോകുന്നു എന്ന് പ്രവാചകൻ പറയും. അതിനുമേൽ ഒരു ഭീതിയുണ്ട്. ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ പോകുന്നു. നോക്കുക, എത്ര ഭയാവഹമായൊരു ദൂതാണ് യെഹെസ്കേലിന് നൽകുവാനായിട്ട് ദൈവം നൽകിയത്. 22-ഉം 23-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത്? അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. അവർ ഇസ്രായേലിൽ ഇനി അതൊരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല. കാലവും സകല ദർശനത്തിൻ്റെയും നിവൃത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്കുക. യെഹെസ്കേൽ പ്രവാചകൻ പറയുകയാണ്, ദൈവം നിങ്ങളോട് വളരെ ക്ഷമ കാണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ സമയം കഴിഞ്ഞു. ഇതാ അടിമത്തം വരുന്നു. ഇനിയും ന്യായവിധിക്കായി ദൈവം ഒട്ടും താമസിക്കാൻ പോകുന്നില്ല. 12-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം കൂടി നമുക്ക് നോക്കാം. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല. ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഭാവി ഏറ്റവും ശുഭമായിരിക്കണം, മനോഹരമായിരിക്കണം എന്നത്രേ. എന്നാൽ പ്രിയ സുഹൃത്തെ, ഭാവിയിലേക്ക് നോക്കുമ്പോൾ മനോഹരമായി കാണാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, ഒരു നാൾ നമ്മുടെ കർത്താവ് തൻ്റെ സഭയെ ഈ ലോകത്തിൽ നിന്നും എടുക്കുന്നത് മാത്രമാണ്. നമുക്കുള്ള ഏക പ്രത്യാശ അതാണ്. ഈ ലോകം ഇനിയും നന്നാകാൻ പോകുന്നില്ല. നമുക്കിനിയും ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ പോകുന്നില്ല. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം മുഴുവനും പരിശോധിച്ചാൽ സമാധാനം ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ കഴിയുന്നത് കേവലം 2-3 നൂറ്റാണ്ടുകൾ മാത്രമായിരുന്നു. അതെ സുഹൃത്തെ, മനുഷ്യൻ അവൻ ചിന്തിക്കുന്നത് പോലെ ഒരു പുതിയ ലോകം പണിയുന്നില്ല. അവനത് കഴിയുന്നില്ല. മനോഹരമായൊരു ഭാവിയെ താങ്കളും ആഗ്രഹിക്കുന്നില്ലേ സുഹൃത്തെ? സ്വാഭാവിക മനുഷ്യന്, തന്നിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യന്, തൻ്റെ ശക്തിയിലും ബുദ്ധിയിലും ജ്ഞാനത്തിലും പ്രശംസിക്കുന്ന മനുഷ്യന് തൻ്റെ ഭാവിയെ സുന്ദരമാക്കുവാൻ കഴിയില്ല എന്നാണിത് വിളിച്ചു പറയുന്നത്. എത്ര മഹത്തായ പ്രവചനങ്ങളില്ലേ? ഇവിടെ എല്ലാം ദൈവം ഈ ജനത്തെ തങ്ങളിലേക്ക് വിളിക്കുകയാണ്. ഇന്നും ദൈവം ചെയ്യുന്നത് അത് തന്നെയാണ്. നമ്മുടെ നന്മയ്ക്കായി ദൈവഹിതം പ്രവർത്തിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ആ ക്ഷണം സ്വീകരിച്ച് ദൈവസന്നിധിയിലേക്ക് ചെന്നാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.
ദൈവം പറയുന്ന കാര്യങ്ങളൊന്നും ഉടനെയെങ്ങും സംഭവിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന കൂട്ടർ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതയാണ്. അവൻ്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീനെന്ന് വിശുദ്ധ പത്രോസ് തൻ്റെ 2-ാം ലേഖനത്തിൽ പറഞ്ഞിട്ട് വചനത്തിൻ്റെ മാറ്റമില്ലായ്മയെ പറ്റിയാണ് തുടർന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.